ക്രിപ്റ്റോ ബുൾ റൺ എപ്പോൾ തുടങ്ങും? ബിറ്റ്കോയിൻ്റെ ETF അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ പറയുന്നതാണ് ബിറ്റ്കോയിൻ ബുൾ റൺ ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും എന്നുള്ളത്. പക്ഷേ ആക്ച്വലി ഇറ്റ് വാസ് കീപ്പ് ഓൺ ഡിലേഡ് ആൻഡ് ഇറ്റ് വാസ് സോ ഫ്രസ്ട്രേറ്റിംഗ്. നിങ്ങളെപ്പോലെ തന്നെ ഇറ്റ് ഈസ് ഈക്വലി ഫ്രസ്ട്രേറ്റിംഗ് ടു മീ ആസ് വെൽ. പക്ഷേ ബിറ്റ്കോയിൻ ETF വന്നപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായി. പക്ഷേ അത് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ മാത്രമേ അപ്ലിക്കബിൾ ആയുള്ളൂ. ഓൾ സീസൺ, അതായത് ദ മെയിൻ ക്രിപ്റ്റോ ബുൾ റൺ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ബിറ്റ്കോയിൻ ഹാവിങ് കഴിഞ്ഞ് അത് തുടങ്ങേണ്ട ടൈം ഡ്യൂ ആയി. അപ്പോൾ ഏകദേശം എപ്പോൾ ബിറ്റ്കോയിൻ തുടങ്ങും? അതിനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്രിപ്റ്റോ ബുൾ റൺ എപ്പോൾ തുടങ്ങുമെന്നും അതിനുള്ള കാരണങ്ങൾ എന്താണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ അലോങ് വിത്ത് മീ, ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. 3 കാരണങ്ങളാണുള്ളത്. അതിൽ മൂന്നാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റും സാധാരണ പോപ്പുലർ അല്ലാത്തതുമായ തിയറി. അതുകൊണ്ട് പ്ലീസ് വാച്ച് ദ വീഡിയോ ടിൽ എൻഡ്. ഒന്നാമത്തെ കാരണം, ആസ് യൂഷ്വൽ, എവരി ഹാവിങ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു ബുൾ റൺ തുടങ്ങാറുണ്ട്. 2017-ലും 2021-ലും ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 180 ഡേയ്സ് ആണ്. പ്രിസൈസ് അല്ല, റഫ്ലി. സാധാരണഗതിയിൽ ബിറ്റ്കോയിൻ ഹാവിങ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ BTCയുടെ പ്രൈസ് മെല്ലെ അപ്പാവുകയും അത് കഴിഞ്ഞ് മെല്ലെ ഓൾ കോയിൻസ് ക്യാച്ചപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ബിറ്റ്കോയിൻ്റെ പ്രൈസ് പെട്ടെന്ന് അങ്ങോട്ട് കൂടി. അപ്പം നാച്ചുറലി നമ്മൾ ഓൾ സീസൺ പെട്ടെന്ന് തുടങ്ങുമെന്ന് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ വ്യത്യാസം വന്നത് ETF പ്രധാനമായിട്ടും ബിറ്റ്കോയിൻസ് മേടിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോ ദേ ആർ പ്ലാനിങ് ടു ഹോൾഡ് ഇറ്റ് ഫോർ ലോങ് ടൈം. അതുകൊണ്ട് അവർ പ്രോഫിറ്റ് ബുക്കിംഗ് ഇതുവരെ ആക്ച്വലി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാച്ചുറലി ഒരു ഡിലേ വന്നു. അപ്പോൾ ഈ പറഞ്ഞ 180 ഡേയ്സ് ഏകദേശം വരുന്നത് സെപ്റ്റംബർ എൻഡ് ഒക്ടോബറിലാണ്. അപ്പോൾ നാച്ചുറലി ഇതിന് മുമ്പുള്ള 3 സൈക്കിൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് സെപ്റ്റംബർ എൻഡ് ഒക്ടോബറിൽ വി ഷുഡ് എക്സ്പെക്ട് എൻ ഓൾ സീസൺ. അത് എത്ര നാൾ ഉണ്ടാകുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് മൂന്നാമത്തെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് എത്ര നാൾ ബുൾ റൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, US ഇലക്ഷനാണ്. US ഇലക്ഷനിൽ ഇപ്രാവശ്യത്തെ കാൻഡിഡേറ്റായ ട്രംപ് വെരി പ്രോ ക്രിപ്റ്റോ ആണ്. ട്രംപ് കുറേയധികം പ്രോമിസുകൾ കൊടുക്കുന്നുണ്ട്. അതായത് ബിറ്റ്കോയിൻ ലീഗലൈസ് ചെയ്യും, ബിറ്റ്കോയിൻ മൈനിങ് ലീഗലൈസ് ചെയ്യും, US-നെ ഇന്നൊവേഷൻ ഹബ്ബാക്കും. സാധാരണഗതിയിൽ ഏതൊരു പുതിയ ടെക്നോളജി വന്നാലും US ആണ് അത് എടുക്കുന്നത്. ബിറ്റ്കോയിൻ്റെ കേസിൽ മാത്രം US ആൻറ്റി ബിറ്റ്കോയിൻ ആയിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അത് മാറ്റും എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുവരെ US ഗവൺമെൻറ് കണ്ടുകിട്ടിയിട്ടുള്ള എല്ലാ ബിറ്റ്കോയിൻസും ഗവൺമെൻറ് ട്രഷറിയിലേക്ക് മാറ്റും. അത് പബ്ലിക്കായിട്ട് ചെലവഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഒരു പ്രോ ക്രിപ്റ്റോ ഗവർണൻസ് ആണ് പുള്ളി പ്രോമിസ് ചെയ്യുന്നത്. അതും വളരെയധികം ക്രിപ്റ്റോയ്ക്ക് ബുള്ളിഷാണ്. ഇതാണ് പ്രധാനപ്പെട്ട 2 ചെറിയ കാരണങ്ങൾ സാധാരണ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ ഫാക്ടർ ഉണ്ട്, കഴിഞ്ഞ 2 ബുൾ റണ്ണും തുടങ്ങി വെച്ച ഒരു കാരണം. അതാണ് ഗ്ലോബൽ മണി സപ്ലൈ. അതായത് US മണി പ്രിന്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം. ഈവൻ കോവിഡിൻ്റെ സമയത്തുള്ളവർക്കറിയാം, കോവിഡിൽ ആ ഒരു ക്രാഷ് വന്നതിന് ശേഷമാണ് ബുൾ റൺ തുടങ്ങിയത്. കാരണം കോവിഡിൽ ഒരു ക്രൈസിസ് വന്നു, ഗവൺമെൻറ് സ്റ്റാർട്ടഡ് പ്രിൻറ്റിങ് മണി. അപ്പോൾ അത് വളരെ വൃത്തിയായിട്ട് ഇപ്പോൾ, അതായത് കഴിഞ്ഞ ആഴ്ച നടന്ന ജാക്സൺ ഹോൾ മീറ്റിങ്ങിൽ ജെറോം പവൽ പറഞ്ഞു ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ പോവുകയാണെന്ന്. അതായത് ഇത്ര നാളും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് പോസ് ആയിരുന്നു കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട്. ഇനി അങ്ങോട്ട് ഫെഡ് റേറ്റ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ വരുന്ന സെപ്റ്റംബർ 17-ാം തീയതി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് റിവിഷൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അനൗൺസ് ചെയ്യും. ആൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 10 മാസത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ. ഈ ഒരു പ്രഡിക്ഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയുടെ പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത് US-ലെ വലിയ ഒരു എക്സ്ചേഞ്ചായ CME, ചിക്കാഗോ മെർച്ചൻ്റൈൽ എക്സ്ചേഞ്ചിൻ്റെ ഫെഡ് റേറ്റ് പ്രഡിക്ഷൻ കാൽക്കുലേറ്ററാണ്. ഈ ചാർട്ടിൽ കാണുന്നത് പോലെ സെപ്റ്റംബർ 17-ാം തീയതിയുള്ള മീറ്റിങ്ങിൽ 100% ഫെഡ് കട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ മാസത്തിലും ഫെഡ് റേറ്റ് കട്ട് ചെയ്യുന്നതിനുള്ള ഹൈ പ്രോബബിലിറ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും,
ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ എന്താണ് കുഴപ്പമെന്ന്. അവിടെയാണ് ഗ്ലോബൽ മണി സപ്ലൈയും ഫെഡ് റേറ്റും തമ്മിലുള്ള ബന്ധം വരുന്നത്. അതായത് ഈ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് വെറുതെ കുറയ്ക്കാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണമെങ്കിൽ അതിന് തുല്യമായ മണി സപ്ലൈ വേണം. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ സാധാരണഗതിയിൽ ആൾക്കാരും കമ്പനികളും ലോൺ എടുക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ദർ ഹാസ് ടു ബി ഹ്യൂജ് മണി പ്രിൻറ്റിങ്. അപ്പോൾ ഗവൺമെൻറ് ഒരുപാട് മണി പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മണി പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ നാച്ചുറലി ഇൻസ്റ്റിറ്റ്യൂഷൻസും ആൾക്കാരും ലോൺ എടുക്കും. ലോൺ എടുക്കുമ്പോൾ, കാരണം ഇൻട്രസ്റ്റ് ഫ്രീ ആണ്, ഈ ലോൺ എടുക്കുന്ന എമൗണ്ട് ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ സം കൈൻഡ് ഓഫ് മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് ലോട്ട് ഓഫ് മണി ഈസ് ഗോയിങ് ടു കം. അപ്പോൾ സെപ്റ്റംബർ 17 തൊട്ട് റേറ്റ് കട്ട്സ് ബിഗിനിങ്. എല്ലാ 2 മാസം കൂടുമ്പോഴാണ് ഈ മീറ്റിംഗ്. ഓരോ മീറ്റിങ്ങിലും അവർ കുറേശ്ശെ റേറ്റ് കട്ട് ചെയ്തിട്ട് ഹൗ ദ എക്കണോമി ഈസ് ഡൂയിങ്, എക്കണോമി എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുക. അടുത്ത 10 മാസത്തേക്ക് ഡെഫിനറ്റ്ലി റേറ്റ് കട്ടിനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ. അപ്പോൾ ഗ്രാജുവലി ഗ്ലോബൽ മണി സപ്ലൈ is growing to increase. People taking loan with less interest is increasing. അതിൻ്റെ ഒരു ഹ്യൂജ് ചങ്ക് ഒരു പുതിയ നിയോ ക്ലാസ് ആയിട്ടുള്ള ക്രിപ്റ്റോയിലേക്ക് വരും. ഒബ്വിയസ്ലി കോയിൻസ് ആർ ഗോയിങ് ടു പമ്പ്. ഇത് സെപ്റ്റംബറിൽ തുടങ്ങുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ പ്രോഫിറ്റ് ബുക്കിംഗ് സൈക്കിളായ 180 days വരുന്നു, സംവർ ഇൻ ഒക്ടോബർ നവംബർ. ആൻഡ് ഇൻ നവംബർ ഇലക്ഷൻ വരുന്നു. ഇപ്പോഴത്തെ പോൾ പ്രകാരം ട്രംപിന് നല്ല സാധ്യതയുണ്ട്. സോ ട്രംപിൻ്റെ ഓഫേഴ്സുകളെല്ലാം കുറെ കൂടി അപ്പീലിംഗ് ആയതുകൊണ്ട് ട്രംപ് വിജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ആൻഡ് ഇഫ് ഹി വിൻ, ഇറ്റ്സ് എ വെരി ഗുഡ് സിനാരിയോ ഫോർ ക്രിപ്റ്റോ ആൻഡ് ഓൾട്രൺ. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ക്രിപ്റ്റോ ബുൾ റൺ സെപ്റ്റംബർ എൻഡ് ഒക്ടോബറിൽ തുടങ്ങുമെന്നും നവംബറോട് കൂടി അത് കണ്ടിന്യൂ ചെയ്യുമെന്നും പറയുന്നത്. ഗ്ലോബൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നിടത്തോളം കാലം ദ റൺ വിൽ കണ്ടിന്യൂ. ഈ പറഞ്ഞ സൈക്കിള് 2017 2021 നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ നല്ല അനാലിസിസ് ആണെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം, ഇപ്പോൾ ബുൾറൺ തുടങ്ങിയാൽ ഏകദേശം എത്ര നാള് ബുൾറൺ ഉണ്ടാകും എന്നുള്ളതാണ്. സോ 10 to 12 months അതാണ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന സമയം. ഈ ഒക്ടോബറിൽ തുടങ്ങിയാൽ 2025 ഒക്ടോബർ നവംബർ വരെ ഡെഫിനറ്റ്ലി എ ബുൾറൺ ആണ്. ഇതിന്റെ പ്രൈസ് ടാർഗറ്റ്സ് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി വി വിൽ ബി റീവർക്കിംഗ് ഓൺ ഇറ്റ് ആൻഡ് പുതിയ എസ്റ്റിമേറ്റുമായി വരുന്നതായിരിക്കും. അപ്പോൾ ബുൾറൺ എപ്പോൾ തുടങ്ങുമെന്നും എത്ര നാൾ തുടങ്ങുമെന്നും മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു കിടിലൻ പോർട്ട്ഫോളിയോയാണ്. അതായത് കുറച്ച് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗുഡ് റിട്ടേൺസ് തരുന്ന കോയിൻസും കുറെ അധികം എക്സ്ട്രീം റിട്ടേൺസ് തരുന്ന ഹൈ റിസ്കി ആയിട്ടുള്ള കോയിൻസും അടങ്ങുന്ന ഒരു പോർട്ട്ഫോളിയോ. ആ ഒരു പോർട്ട്ഫോളിയോ എന്താണെന്ന് അറിയുന്നതിനായി പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഫോളോ ഫോർ മോർ വീഡിയോസ്. ഏകദേശം ഒരു നല്ല 100 കോയിനുകളോളം ഞാൻ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദം ഇൻ അപ്കമിങ് വീഡിയോസ് ആൻഡ് യു ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് മേക്ക് വൈസ് ഡിസിഷൻസ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.